ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഇപ്പം റഷ്യ ഉക്രൈൻ ഒരു പീസ് ടോക്ക് അല്ലെങ്കിൽ ഈ ട്രംപും പുടിനും തമ്മിലുള്ള അലാസ്ക ചർച്ച, ഇന്ത്യയാണ് അതിന്റെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. കാരണം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് മേളിൽ സെക്കൻഡറി താരിഫ്, ഈ ഓൾറെഡി തന്നെ ഒരു താരിഫ് ഇട്ട് വീണ്ടും സെക്കൻഡറി താരിഫാണ് ഈ റഷ്യയുടെ ഓയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്നത്. വീണ്ടും അതിന്റെ മേളിൽ ഇനി ഇപ്പോൾ വീണ്ടും താരിഫ് ഇടും എന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നെഗോസിയേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കോ ഇത് ഇടുന്ന താരിഫ് അല്ല. ഇത് ഇന്ത്യയുടെ മുകളിൽ ശക്തമായിട്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന്റെ പ്രഷർ പോളിസിയാണ് ട്രംപ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് അറ്റം വരെയും പോയി താരിഫ് ഇടുന്നെങ്കിൽ ഇട്ടോട്ടെ. ഇതിന്റെ പുറകിൽ ലിൻസി ഗ്രഹാം ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ റിപ്പബ്ലിക്കൻസിനെ കുറിച്ച് താല്പര്യമുണ്ട്. ഇന്ത്യയുടെ എക്കോണമി ഞങ്ങൾ തകർക്കും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവിടെ സംസാരിച്ചിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഏതുവരെ പോകുമെന്ന് നോക്കാം, അത്രയേ ഉള്ളൂ. ഇന്ത്യ വളരെ സ്റ്റബൺ ആണെന്നും കൂടി അമേരിക്കയുടെ സൈഡിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അല്ലാതെ ഇന്ത്യ പോയി കാല് പിടിക്കുന്നു എവിടെയും സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. അവർ ഇന്ത്യ വളരെ അറഗന്റ് ആയിട്ട് പെരുമാറുന്നു എന്നാണ് പറയുന്നത്. വളരെ സ്റ്റബൺ ആയിട്ട് അവരെടുത്ത തീരുമാനത്തിൽ ഭയങ്കരമായിട്ട് ഉറച്ചു നിൽക്കുകയാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ അങ്ങോട്ട് പോയി കാല് പിടിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. അതുപോലെ ഇന്ത്യ പാകിസ്ഥാനിന്റെ സൈഡിൽ നിന്നും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഭീഷണി സ്വരങ്ങൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. നിങ്ങളുടെ ത്രെട്ട് വളരെയധികം നിങ്ങൾക്ക് പെയിൻ ഉണ്ടാക്കും എന്നുള്ള ഒരു സൂചന ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. തിരിച്ച് വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് ഞങ്ങൾ അങ്ങ് ഒരുമ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേറൊരു മാർഗം കൂടി ഇന്ത്യ കാണുന്നുണ്ട്. ബലൂചിസ്ഥാന്റെ ഫ്രീഡം ഇന്ത്യ അംഗീകരിക്കും. ഇന്ത്യക്ക് അത് ഏത് മൊമെന്റിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഗവൺമെന്റിന്റെ പോർട്ടലുകളിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക്കേഷൻസ് വെളിയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യ ഓപ്പൺ ആയിട്ട് ബലൂചിസ്ഥാന്റെ ഫ്രീഡം അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ട്. കാരണം പാകിസ്ഥാനെ രണ്ടായിട്ടും മൂന്നായിട്ടും അങ്ങ് മുറിക്കും ഇന്ത്യ. അതുപോലെ ഇന്ത്യ ചൈന ബോർഡർ ഇഷ്യൂവിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോക്ക്. അത് പ്രൈം മിനിസ്റ്റർ മോദിയുടെ SCO സബ്മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചൈന വിസിറ്റ് ചെയ്യാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു അമിക്കബിൾ സൊല്യൂഷൻ, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനെ രണ്ടായിട്ടോ മൂന്നായിട്ടോ നാലായിട്ടോ മുറിച്ചാലും ചൈന വലിയ തോതിൽ അങ്ങ് സപ്പോർട്ടുമായിട്ട് വരില്ല എന്നാണ് ഇപ്പൊ പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇന്ത്യയും ചൈനയും ഇങ്ങനെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയൊക്കെ നടത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പാകിസ്ഥാന് ചെറിയൊരു വിഷമം. അപ്പൊ അവർ പെട്ടെന്ന് തന്നെ ഒരു മിസൈൽ, അവരുടെ കയ്യിൽ ഷാഹീൻ 1, 2, 3 എന്നൊക്കെ മിസൈലുകൾ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് അവര് ചൈനയുടെ സപ്പോർട്ടോട് കൂടി പാകിസ്ഥാൻ മിസൈൽ ടെക്നോളജിയിൽ നമ്പർ 1 ആകുമെന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ അവർ പുറപ്പെടുവിക്കുന്നുണ്ട്. അതായത് എന്ത് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അവർ പുറപ്പെടുവിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. കാരണം ചൈനയെ നമ്മൾ സ്വിച്ച് ഇട്ട് നിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ചൈനയ്ക്ക് നമുക്ക് തമ്മിൽ എവിടെയൊക്കെ ഏരിയകളിൽ പ്രശ്നമുണ്ടോ അതൊക്കെ തന്നെ നമ്മൾ അമിക്കബിളി റിസോൾവ് ചെയ്യും. ഇന്ത്യ ചൈന വളരെ അടുത്ത രീതിയിലുള്ള സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും ട്രേഡും അതുപോലെ തന്നെ രണ്ടുപേർക്കും ഈ ഏഷ്യൻ സൈഡിലുള്ള നിലനിൽപ്പ് അതിനു വേണ്ടിയിട്ടെങ്കിലും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ മുന്നോട്ട് പോകാനുള്ള ധാരണയാണ് ആയിരിക്കുന്നത്. അല്ലാതെ ചൈനയ്ക്ക് ഇന്ത്യ അടിയറവ് വെച്ചു അല്ലെങ്കിൽ ഇന്ത്യക്ക് ചൈന അടിമയായി ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പലരും പുറത്തിറക്കും. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നും നമ്മൾ പറയുന്നില്ല. ഇതൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് ബിൽഡായി മുന്നോട്ട് പോകുന്നത്. അതുപോലെ 9 IAF ഉദ്യോഗസ്ഥർക്ക്, ഇൻക്ലൂഡിംഗ് ഫൈറ്റർ എയർക്രാഫ്റ്റ് പൈലറ്റുകൾക്ക് ഉൾപ്പെടെ 9 പേർക്ക് വീർ ചക്ര അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ സൈഡിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും POK മേഖലയിലുള്ള ടെറർ സ്പോട്ടുകൾ അറ്റാക്ക് ചെയ്ത ആ വ്യക്തികൾക്കാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഇന്ത്യയുടെ ആർമിയിൽ ഉപയോഗിക്കാനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പലതും വിജയകരമായിട്ട് നമ്മൾ പരീക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്ട്രാറ്റജിക് ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വളരെ ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ടെക്നോളജി അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ പരീക്ഷണം നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് ടൂറിസം, ട്രേഡ്, ടെക്നോളജി ഇതാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ മേഖലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇന്ത്യ വരും കാലങ്ങളിൽ നെക്സ്റ്റ് ഇയറിൽ ഇന്ത്യയുടെ പ്രോജക്റ്റുകളെല്ലാം തന്നെ ഇതിനെ ബേസ് ചെയ്തായിരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ ഇസ്രായേൽ ബന്ദികളെ റിലീസ് ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് UN രൺധീർ സിംഗ് ജയ്സ്വാൾ, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള രൺധീർ സിംഗ് ജയ്സ്വാൾ പറഞ്ഞിട്ടുണ്ട്. ഗാസയിൽ എത്രയും വേഗം ബന്ദികളെ മോചിപ്പിക്കണം, അതോടൊപ്പം വെടിനിർത്തൽ, പെർമനന്റ് ആയിട്ടുള്ള വെടിനിർത്തൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യ ഈ നിലപാട് ആവർത്തിച്ച് പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ 3ാമത്തെ തവണയാണ് ഇന്ത്യ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുന്നത്. ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ബന്ദികളെ മോചിപ്പിക്കണം, വെടിനിർത്തൽ നടത്തണം. ഇതാണ് ഇന്ത്യയുടെ നിലപാട്. ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ജലപാത തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഇന്റർനാഷണൽ കോർട്ടിലേക്ക് പോയിട്ട് പെറ്റീഷൻ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആർബിട്രേഷന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ
പാകിസ്ഥാൻ അവർക്ക് അനുയോജ്യമായ വിധി സമ്പാദിച്ചുകൊണ്ട് വന്ന സമയത്ത് ഇന്ത്യ ആ വിധിയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, കീറി ചവിറ്റുകൊട്ടയിലിട്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ കമ്മിറ്റിക്കോ ഒന്നിനും തന്നെ അവരുടെ ജൂറിസ്ഡിക്ഷനിലെ പരിധിയിലില്ലാത്ത ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ഒരു തീർപ്പും കൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ്, ശക്തമായിട്ടുള്ള നിലപാടാണ്. ഇനിയിപ്പോൾ ഇന്റർനാഷണൽ കോർട്ടിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അവർ ചെയ്തോട്ടെ എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ത്യ ഇന്റർനാഷണൽ കോർട്ടിന്റെ പരിധിയിൽ വരുന്നതല്ല ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കയറി തീർപ്പ് പറയണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. പാകിസ്ഥാൻ വിധി സമ്പാദിച്ച് ഫയലിൽ വെച്ചിട്ട് കിടന്ന് ഉറങ്ങണം. ഇനി അഥവാ വെള്ളം വേണമെങ്കിൽ ഇന്ത്യയുടെ കാലിൽ പിടിക്കണം. അതാണ് ഇപ്പൊ നിലവിലത്തെ അവസ്ഥ. ഇനി അഥവാ നല്ല രീതിയിൽ മഴ വന്ന് വെള്ളം നിറയുകയാണെന്നുണ്ടെങ്കിൽ ഡാം അങ്ങ് പെട്ടെന്ന് നമ്മൾ തുറന്നു വിടും, അത്രേ ഉള്ളൂ, വെള്ളത്തിൽ മുങ്ങും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഫോർമർ ഡിപ്ലോമാറ്റ് വികാസ് സ്വരൂപ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനുമായിട്ട് അമേരിക്ക കൂട്ടുചേർന്ന് പോകുന്നത് അത്ര നല്ല ഏർപ്പാടല്ല. കാരണം പാകിസ്ഥാന്റെ നിലവിലത്തെ സ്ഥിതി അങ്ങനെയാണ്. അപ്പൊ ആ സ്ഥിതിഗതികളിൽ പോയിട്ട് അമേരിക്ക പങ്കുചേരുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വളരെ ദോഷകരമായി അത് ബാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ വിഷയങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നീട് തലയൂരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു സൂചനയാണ് പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അമേരിക്ക ഇനിയിപ്പോൾ അതിനകത്ത് പോയി ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ട്രംപ് കാണിച്ചു വെക്കുന്ന ഈ ഒരു മിസ്റ്റേക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാനിരിക്കുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ ഉള്ളിലേക്ക് പാകിസ്ഥാന്റെ ISI വെച്ചിട്ട് ഇന്റലിജൻസ് വർക്ക് ചെയ്യാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത് ഒരു 4-5 മാസം കൊണ്ട് ഇറാൻ ഇത് കൃത്യമായിട്ട് പിടികിട്ടും. അങ്ങനെ പിടികിട്ടുന്ന അവസ്ഥയിൽ ഇറാനും പാകിസ്ഥാനും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ക്ലാഷ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ ഇടയ്ക്ക് ഈ ബലൂചിസ്ഥാനികൾ അവിടെ കിടപ്പുണ്ട്, അവരും ഇതിനെ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പാകിസ്ഥാന് ദോഷം ചെയ്യും, അതിലേറെ അമേരിക്കയ്ക്കും ദോഷം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എനിവേ ഈ തീവ്രവാദികൾ എല്ലാവരും കൂടെ ചേർന്ന് കിടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ട് നമ്മൾ മിണ്ടാതെ നമ്മുടെ കാര്യം നോക്കിയിരിക്കാം. ISRO ഡിസംബറിൽ അൺക്രൂവ്ഡ് ഗഗൻയാൻ മിഷൻ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഗഗൻയാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മിഷൻ നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇത് ശരിക്കും ഹ്യൂമൻ സ്പേസ് ലിഫ്റ്റ് പ്രോഗ്രാമാണ്. അതായത് ഇപ്പൊ ഈ സ്പേസ് സ്റ്റേഷനിലേക്ക് ആൾക്കാർ പോയി നിൽക്കുന്നില്ലേ, അതേപോലത്തെ ഒരു പരിപാടിയാണ്. ഇന്ത്യയുടേതായിട്ടുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ, ചെറിയ ഒരു മിനി എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഒരു ഗഗൻയാൻ പ്രോജക്ട് രൂപകൽപ്പന കൊടുത്തിരിക്കുന്നത്. അൺക്രൂവ്ഡ് ഗഗൻയാൻ മിഷൻ ഡിസംബറിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആൾക്കാരൊന്നുമില്ല, മനുഷ്യന്മാരൊന്നും ഇല്ലാതെ വെറുതെ ജസ്റ്റ് പേടകം മാത്രം നമ്മൾ വിടും, അത്രേ ഉള്ളൂ. നമ്മളെല്ലാം തന്നെ വളരെയധികം മുൻകരുതലോടുകൂടി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് സേഫ് ആയിട്ട് നമ്മൾ ഗഗൻയാൻ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് പരീക്ഷണം നടത്താം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ത്യ ചെയ്യുന്നത്. ഇന്ത്യ അറിയാമല്ലോ, വളരെ ലോ കോസ്റ്റിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് പരീക്ഷണം നടത്തുന്നതിൽ വലിയ തെറ്റില്ല. നാസയെ പോലെയോ സ്പേസ് എക്സിനെ പോലെയോ നമ്മൾ വലിയ തോതിൽ ഭീമമായ തുക മുടക്കിക്കൊണ്ടല്ല ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ സാവധാനം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അപ്പൊ നമ്മൾ മിനറൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നടത്തിയ ചർച്ചകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് ഒഫീഷ്യലി ഇന്ത്യൻ ഡിഫൻസിന്റെ സൈഡിൽ തന്നെ അതിന്റെ നോട്ടീസ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. അതായത് പാകിസ്ഥാനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ ഗവൺമെന്റിനെ 6 മാസം കൊണ്ട് തകിടം മറിച്ചിടാൻ അതല്ല അമേരിക്കയുടെ ജോലി. അമേരിക്കയ്ക്ക് ഇന്ത്യക്കുള്ളിൽ ആര് ഭരിച്ചാലും അമേരിക്കയ്ക്ക് എന്താണ്, അമേരിക്കയ്ക്ക് ഒരു കുഴപ്പമില്ല. കാരണം വളരെ വ്യക്തമാണ്. അവർക്ക് വേണ്ടത് സ്ട്രാറ്റജിക്കലി അവരോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് വേറെ രീതിയിലാണ്. അതായത് അവർ പറയുന്ന രീതിയിൽ അവരുടെ ചൊൽപ്പടിക്ക് ആടുന്ന ആൾക്കാരല്ല ഇന്ത്യ. അതാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അവർ പറയുമ്പോഴത്തേക്ക് നമ്മൾ ചൈനയെ അടിക്കണം, അവർ പറയുമ്പോഴത്തേക്ക് നമ്മൾ ബംഗ്ലാദേശിനെ അടിക്കണം, അവർ പറയുമ്പോഴത്തേക്ക് നമ്മൾ റഷ്യ അടിക്കണം. ഇങ്ങനെ അവർ പറയുന്ന ആൾക്കാരെ എല്ലാം നമ്മൾ വെറുപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ നമ്മളെ പാവകളെ പോലെ ഇട്ട് ഇങ്ങനെ ചലിപ്പിക്കാം. അതിന് ഇന്ത്യക്ക് കിട്ടൂല. ഇന്ത്യക്ക് ഒരു പോളിസി ഉണ്ട്, അത് മൾട്ടിപോളാർ സെൻട്രിക് പോളിസിയാണ്. അതിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രയാസം. അതിലുപരിയായിട്ട് ഇന്ത്യയുടെ മാർക്കറ്റ് അവർക്ക് ഫുൾ ആൻഡ് ഫുൾ തുറന്നു കൊടുക്കണം. ഇതൊന്നും ഇന്ത്യക്ക് സമ്മതമല്ല. കാരണം ഇന്ത്യ ഒരു മാസ് പോപ്പുലേറ്റഡ് കൺട്രിയാണ്. നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ആദ്യം പ്രൊട്ടക്ട് ചെയ്യണം. നമ്മളുടെ താല്പര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ആരായാലും ശരി തന്നെ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഇതായ മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. US ടു കോപ്പറേറ്റ് വിത്ത് പാകിസ്ഥാൻ ഇൻ ഏരിയാസ് ഓഫ് ക്രിട്ടിക്കൽ മിനറൽസ്, ഹൈഡ്രോ കാർബൺസ്. ഈ ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് ഞാൻ പറയാം. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഇതാണ് മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇത് തന്നെയാണ് നമ്മൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇത് റിവീൽ ചെയ്ത് തന്നത്. അതായത് ശരിക്കും ബലൂചിസ്ഥാനികൾക്ക് മേളിൽ എന്തുകൊണ്ടാണ് അവരെ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചത്, എന്ത് ചർച്ചയാണ് അസീം മുനീർ അവിടെ നടത്തിയത്, അതുകൊണ്ട് പാകിസ്ഥാന്റെ അസീം മുനീർ അമേരിക്കയെ ധരിപ്പിച്ചത് എന്താണ്, അപ്പൊ അതിന്റെ പേരിലാണ് അവർ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ്. ഇനി അമേരിക്ക അവിടെ ഈ നിലം ചുരണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. റെയർ എർത്ത് എലമെന്റ്സ് അവിടെ നിന്ന് മെയിൻ ആയിട്ട് എടുക്കണം. പിന്നെ ഹൈഡ്രോ കാർബൺ ഇല്ലേ, അത് പറ്റിപ്പാണ്. ഇപ്പൊ ലോകത്ത് എണ്ണശേഖരമുള്ള രാജ്യങ്ങളിൽ പാകിസ്ഥാൻ ഏതാണ്ട് വളരെ പിന്നിലാണ്. 15ഓ 16ആമത്തെ ഏതാണ്ട് രാജ്യമാണെന്ന് തോന്നുന്നു. അതായത് ഇന്ത്യയിലുള്ള റിസർച്ച് വർക്കിനേക്കാളും ഏറ്റവും കുറവ് റിസർച്ച് വർക്കുകളാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്നത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എവിടെ നിന്നാണ് അവർക്ക് ഹൈഡ്രോ കാർബൺസ്?
അവർ ശരിക്കും അവരുടെ ജനങ്ങളെ തന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ കെട്ടിച്ചമയ്ക്കുന്ന കഥകളാണ് ഈ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ഇഥവാ ഈ എണ്ണ കുഴിച്ചെടുക്കുക എന്നുള്ള പരിപാടിയൊക്കെ. അത് ഗവൺമെന്റിന് വേണ്ട പരിപാടിയാണ്. അവർ ഗൾഫ് രാജ്യങ്ങൾ പോലെ പാകിസ്ഥാനെ ആക്കി കളയും എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനെ കട്ടുമുടിച്ച് തിന്ന് വീർത്തോണ്ടിരിക്കുന്ന ഈ പാകിസ്ഥാനിലെ ലീഡറുകൾ, എന്നേക്കുമായിട്ട് അവിടെ ലീഡറുകളായിട്ട് ഇരിക്കുന്ന രാജാക്കന്മാർ കുറെ ആൾക്കാരുണ്ട്. അവരാണ് അവിടെ ജീവിക്കുന്നത്. അവർക്ക് എന്നേക്കും അവരുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനുള്ള സ്വത്താണ് അവർ സമ്പാദിക്കുന്നത്. അപ്പൊ അത് പാകിസ്ഥാനിലുള്ള ജനങ്ങൾക്ക് ഒരു രീതിയിലും അത് ഗുണകരമാകത്തില്ല. എന്നാൽ അവരിങ്ങനെ ഓരോ മോഹ വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പറ്റിപ്പിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഹൈഡ്രോ കാർബൺസ്. അതിനും കൂടി ഇപ്പൊ അമേരിക്ക കൂട്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് മിനറൽസ് ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ബലൂചിസ്ഥാൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിനറൽസ് നല്ല രീതിയിൽ ഉണ്ട്. ആ ലാൻഡ് അത്രത്തോളം പോർഷാണ്. അപ്പൊ അത് ശരിക്കും അമേരിക്ക തോണ്ടിയെടുത്തോണ്ട് പോകും. അതിൽ യാതൊരു മാറ്റമില്ല. അത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് അത് പാകിസ്ഥാൻ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ചിലപ്പോൾ ഈ ആർമിക്കും മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ കിട്ടും. അമേരിക്ക കുറച്ച് മില്യൺ ബില്യൺസ് ഒക്കെ കൊടുക്കും. മിലിറ്ററി എയ്ഡ് എന്ന് പറഞ്ഞിട്ട് 400 ബില്യൺ ഒക്കെ കൊടുക്കുമായിരുന്നു. അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ അതിൽ കുറച്ച് പൈസ നക്കാപ്പിച്ച രീതിയിൽ ഇങ്ങനെ കൊടുക്കുമായിരിക്കും. അതിലുപരിയായിട്ട് വേറെ ഒന്നും തന്നെ പാകിസ്ഥാൻ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല, ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഗുണം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ആ ജനങ്ങൾക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി ഉണ്ടാവും. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷെ ഇത് തന്നെയാണ് സംഗതി. ഇതുപോലെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പുറത്തു വരും. നമ്മൾ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത അനുമാനങ്ങൾ, പ്രഡിക്ഷൻസ്, എന്റെ തോന്നലുകൾ, മുൻകാലങ്ങളിൽ നടന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ചില നിഗമനങ്ങൾ, ഇതൊന്നും നമ്മൾ പറയാറില്ല. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ടുള്ള പോയിന്റുകൾ മാത്രം പറഞ്ഞു പോകുന്നത്. പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇഷാഖ് ദർ ഫോറിൻ മിനിസ്റ്ററും കൂടിയാണ്. പുള്ളി വരുന്ന ഓഗസ്റ്റ് 23 ബംഗ്ലാദേശ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ വരികയാണ്. കുത്തിത്തിരിപ്പ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബംഗ്ലാദേശ് ഇപ്പൊ ഇന്ത്യയുമായിട്ട് കുറച്ച് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നയപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ ഒന്ന് കാണുന്നുണ്ട് പുള്ളി. അപ്പൊ കുറച്ചാൾ അവിടെയൊക്കെ ഇങ്ങനെ അലിഞ്ഞിരിഞ്ഞ് നടന്നുകൊണ്ട് തന്നെ സമയം കിട്ടിയില്ല. ഇപ്പൊ വീണ്ടും ബംഗ്ലാദേശിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം. കാരണം ഇപ്പൊ US-ന്റെ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുകൾ ബംഗ്ലാദേശ് ത്രൂ ഇന്ത്യക്കുള്ളിൽ നടത്താൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച നടത്താൻ വേണ്ടി വരുന്നതായിരിക്കും. ശരിക്കും അവിടെ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ജമാഅത്ത് ഇസ്ലാമിൽപ്പെട്ട ആൾക്കാർ തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കും. പക്ഷെ നിലവിലുള്ള യുനെസിന്റെ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനിൽപ്പെട്ട ചില ആൾക്കാർ ശരിക്കും ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആ രീതിയിലുള്ള ഫൈനാൻഷ്യൽ പ്രഷർ, സ്ട്രെസ്സാണ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഇപ്പൊ നിലവിൽ നിലനിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ത്യ ആണെങ്കിൽ കോട്ടൺ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു ട്രംപിന്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും ഇപ്പൊ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കോട്ടൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇന്ത്യ നിയന്ത്രിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് കുറച്ച് ഇന്ത്യയുമായിട്ട് അയഞ്ഞു വരുന്നത്. കാരണം ഇന്ത്യക്കുള്ളിൽ നിന്ന് കോട്ടൺ അങ്ങോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ സ്പിന്നിങ് മില്ലുകളൊന്നും പ്രവർത്തിക്കത്തില്ല. അവരുടെ ഗാർമെന്റ് കമ്പനികൾ മൊത്തത്തിൽ പ്രശ്നത്തിലാവും. അപ്പൊ അങ്ങനെയുള്ള പല സ്ട്രാറ്റജിക് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഇന്ത്യ എടുക്കുന്നുണ്ട്. US-ന്റെ ചർച്ചയൊക്കെ കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ പാകിസ്ഥാൻ ഒരു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നുള്ള രീതിയിൽ മിലിറ്ററിയിൽ ഒരു സെപ്പറേറ്റ് വിങ്ങിനെ ഇപ്പം ഹയർ ചെയ്യുകയാണ്. പുതിയ യങ്സ്റ്റേഴ്സിനെയൊക്കെ അവർ എടുക്കുന്നുണ്ട്, ഹയർ ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്ന് ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞ് നമുക്കൊരു ചാനലുണ്ട്. അതിനകത്ത് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോയി ഒന്ന് കണ്ടു നോക്കുക. പാകിസ്ഥാന്റെ അസീം മുനീറിനെ വെച്ചുകൊണ്ട് അമേരിക്ക എന്താണ് പ്ലാൻ ചെയ്യുന്നത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ പുതിയതായിട്ട് ഒരു സ്ക്വാഡിനെ ഇപ്പം തയ്യാറാക്കുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് ആന്റി ടെററിസം സ്ക്വാഡ്. അതുപോലെ ഗിൽജിറ്റ് ആൻഡ് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ്, അത് അവരുടെ പ്രത്യേകിച്ചും അഡ്മിനിസ്ട്രേഷൻ, ജുഡീഷ്യൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ പാകിസ്ഥാൻ മെയിൻലാൻഡ് അവരുടെ മേലിൽ വെച്ചിരിക്കുന്ന കൺട്രോൾ അവർക്ക് താല്പര്യമില്ല. അതായത് ഞങ്ങളെ ഫ്രീ ആയിട്ട് വിടൂ എന്നാണ് അവർ പറയുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ പ്രത്യേകിച്ച് POK എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ഥലത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ചീഫ് മിനിസ്റ്റർ ഓഫീസിന്റെ ഫ്രണ്ടിലാണ് നിരന്തരമായിട്ട് ഇപ്പൊ കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. പോലീസ് പ്രൊട്ടക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും മാസീവ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എക്കോണമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എക്കോണമി അവർ മോട്ടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അലിഗേഷൻസ്. പിന്നെ ജുഡീഷ്യൽ, അതായത് പാകിസ്ഥാന്റെ മെയിൻലാൻഡിനുള്ള ജുഡീഷ്യൽ പവർ ഇവിടെ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാനിൽ ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് ഇവരുടെ വാദം. അതിലുപരിയായിട്ട് അഡ്മിനിസ്ട്രേഷൻ പവർ, നിങ്ങൾക്ക് ഇതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ പവർ ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ പാകിസ്ഥാൻ ഗവൺമെന്റിന് ഇവിടെ ഒരു രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ പവറും ഇല്ല. ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പവർ ഞങ്ങൾക്കുള്ളതാണെന്നാണ് ഈ ജനങ്ങൾ പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രീഡം വേണം, അതാണ് ഉദ്ദേശിക്കുന്നത്. IAF 114 റഫേൽ ഫൈറ്റർ ജെറ്റിന്റെ ഓർഡർ ഫാസ്റ്റ് ഫോർവേഡ് മൂവിംഗ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി തന്നെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ഫ്രാൻസിന്, അതായത് മെറൈൻ ഫൈറ്റർ ജെറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. 26 മെറൈൻ ഫൈറ്റർ ജെറ്റുകൾ റഫേലിന്റെ. അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതായത് നമുക്ക് മെറൈൻ ഫൈറ്റർ ജെറ്റുകൾ കുറച്ച് ഡിലേ ആയാലും കുഴപ്പമില്ല, നമുക്ക് 114 റഫേൽ ഫൈറ്റർ ജെറ്റുകൾ ഇമീഡിയറ്റ് ആയിട്ട് തരാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ക്വിക്ക് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് മുന്നോട്ട് നടക്കുന്നത്. ഫ്രാൻസുമായിട്ടാണ് ഈ ചർച്ച നടത്തുന്നത്. ക്വിക്ക് ആയിട്ട് ഈ ഒരു അക്യൂസേഷൻ നടത്താനാണ് ഇന്ത്യൻ ഗവൺമെന്റ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്.
അപ്പൊ എന്തായാലും വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.